മാലിക് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചടിച്ച് കൈപൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ എത്ര സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയൊന്നും പണ്ഡിതന്മാര് ചൂളിയിട്ടില്ല, പണ്ഡിതന്മാര് പതറിയിട്ടില്ല. അവര് പഠിച്ച സത്യം ഏത് കക്ഷികളുടെ മുന്നിലും തുറന്നു പറഞ്ഞ അനുഭവങ്ങളും പാരമ്പര്യവുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കുള്ളത്. അത് ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടരുക തന്നെ ചെയ്യും. അതിൽ സർവ്വ പണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും പിന്തുണ, പണ്ഡിതന്മാർക്ക് ഈമാനുള്ളവരാണെങ്കിൽ അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഞാനിത് പറഞ്ഞു വരുന്നത്, ആരെങ്കിലും അതാ പണ്ഡിതന്മാര് നിയമം പറയുമ്പോ അതിനെ അവരുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനമോ ഒന്നും ചൂണ്ടിക്കാണിച്ച് പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ ആരും വളർന്നിട്ടില്ല, ആരെയും വളരാൻ അനുവദിക്കുകയും ഇല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം പറയും. അത് പണ്ഡിതന്മാര് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ തീവ്രവാദികൾ വളരുമായിരുന്നു, ഇവിടെ ഭീകരവാദികൾ വളരുമായിരുന്നു, ഇവിടെ അക്രമകാരികൾ വളരുമായിരുന്നു, ഇവിടെ വർഗീയവാദികൾ വളരുമായിരുന്നു. മുസ്ലിം സമുദായത്തിന് ശരിയായ ഡയറക്ഷൻ കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. അവരത് നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ലാ യദുർറുഹും മൻ ഖാലഫഹും. ഒരു വിഭാഗം എപ്പോഴും സത്യത്തിന്റെ മേൽ വിജയിക്കുന്നവരായി നിലകൊണ്ടേയിരിക്കും. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. പക്ഷേ ചിലപ്പോൾ ത്യാഗം സഹിക്കേണ്ടി വരും, ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, ചിലപ്പോൾ വേദന സഹിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതേപോലെ മഹാനായ അഹ്മദ് ഇബ്നു നസ്ർ ഖുസായി റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടി കൊന്നുപോയത് അതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞ വകയിലാണ്. പക്ഷെ അതിനൊന്നും അവരൊരു വിലയും കൽപ്പിച്ചില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്തിനപ്പുറം ഒരാളും ജീവിക്കൂല. അള്ളാഹു നിശ്ചയിക്കാത്ത സമയത്ത് മുൻകൂട്ടി ആരും മരിക്കൂല. മരിക്കുന്ന സമയത്ത് ഷഹീദായി മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കതൊരു വിഷയമേ അല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. അതെ, അതാണല്ലോ നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് പണ്ഡിതന്മാർ ശരിയായ ദിശയിൽ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം അതിവിപുലമായി നമുക്ക് നടത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.